ദൈവത്തിന് മഹത്വം. യിരെമ്യാവിൻ്റെ പുസ്തകം 50-ാം അധ്യായം 20-ാമത്തെ വാക്യം. ഞാൻ ശേഷിപ്പിച്ചു വയ്ക്കുന്നവരോട് ക്ഷമിക്കുകയാൽ ആ നാളുകളിൽ ആ കാലത്ത് ഇസ്രായേലിൻ്റെ അകൃത്യം അന്വേഷിച്ചാൽ അതില്ലാതെ ഇരിക്കും. യഹൂദയുടെ പാപങ്ങൾ അന്വേഷിച്ചാൽ കാണുകയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. യിരെമ്യാവിലൂടെ ദൈവം നൽകുന്ന ദൂത് ഇസ്രായേലിനും യഹൂദയ്ക്കും ദൈവിക സംരക്ഷണം നൽകുന്നതും ദൈവം അവരെ മടക്കി വരുത്തുന്നതും അവർ ചിതറിക്കപ്പെട്ടെടുത്ത് അവർ ഓടിപ്പോയെടുത്ത് ദൈവം അവരെ പരിപാലിക്കുന്നതും യിരെമ്യാവ് രേഖപ്പെടുത്തുകയാണ്. ബാബിലോൺ ഇസ്രായേലിൻ്റെ മേൽ കൈവയ്ക്കുവാൻ തയ്യാറായതിനാൽ ബാബിലോൺ ശിക്ഷിക്കപ്പെടാതിരിക്കില്ലെന്നും അവരുടെ ദേവീദേവന്മാർക്ക് ഇവരെ രക്ഷിപ്പാൻ കഴിയില്ല, എൻ്റെ ജനത്തെ ഞാൻ പരിപാലിക്കുമെന്നും ദൈവം അരുളി ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ അവകാശത്തെ കൊള്ളയിട്ടവരെ അവർ ഇസ്രായേലിൻ്റെ പരാജയ നിമിത്തം സന്തോഷിക്കൊണ്ട് ദൈവം അവരോട് പറയുന്നു, നിങ്ങളുടെ ബലമെല്ലാം നശിക്കും, നിങ്ങൾ ഏറ്റവും അധികം ലജ്ജിക്കും, നിങ്ങൾ പരാജിതരായിത്തീരും. ഇസ്രായേൽ ചിതറിപ്പോയെടുത്ത് ഇസ്രായേൽ ചിഹ്നിക്കപ്പെട്ടെടുത്ത് ഞാൻ എൻ്റെ ജനത്തെ മറയ്ക്കും. ആ ദൂത് ദൈവം അവരോട് പറയുമ്പോൾ ഇസ്രായേലിനോട് ദൈവം പറയുന്നു, നിങ്ങളുടെ അകൃത്യങ്ങളെയും നിങ്ങളുടെ പാപങ്ങളെയും അന്വേഷിക്കുന്നവരും സൂക്ഷിച്ചു നോക്കുന്നവരും എഴുന്നേറ്റ് വരും. പക്ഷേ ഞാൻ നിങ്ങളോട് ക്ഷമിക്കയാൽ നിങ്ങളുടെ അകൃത്യങ്ങളെയും പാപങ്ങളെയും അന്വേഷിച്ചാൽ അത് കാണുകയില്ല. മനുഷ്യൻ ജീവിക്കുന്ന കുറ്റപ്പെടുത്തലിൻ്റെ മനസ്സാക്ഷിയിൽ, ഗിൽട്ടി കോൺഷ്യൻസ്, മനുഷ്യൻ്റെ ജീവിത വിജയത്തിന് തടസ്സമായ ഒന്നാണ് കുറ്റബോധം. ഞാനിനി നല്ലതാകിയില്ല, ഞാനിനി ശുഭപ്പെടുകയില്ല, ഞാൻ അനുഗ്രഹിക്കപ്പെടുകയില്ല എന്ന കുറ്റബോധം. ഇന്നലകളിലെ പരാജയം, ഇന്നലകളിലെ ജീവിതത്തിൻ്റെ ബലഹീനതകൾ, ഇന്നലകളിലെ ജീവിതത്തിൻ്റെ പിന്മാറ്റങ്ങൾ ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് കുറ്റബോധം എന്ന് പറയുന്നത്. വചനം പറയുന്നു, അവൻ എൻ്റെ പാപത്തെ സമുദ്രത്തിൻ്റെ ആഴത്തിൽ ഇട്ടുകളഞ്ഞിരിക്കുന്നു. കാർമേഘത്തെ പോലെ എൻ്റെ ലംഘനങ്ങളെയും കാർമുകിലിനെ പോലെ എൻ്റെ അകൃത്യങ്ങളെയും മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. യഹോവ എൻ്റെ പാപങ്ങളെ പിറകിൽ എറിഞ്ഞു കളഞ്ഞിരിക്കുന്നു. അർത്ഥാൽ ദൈവജനത്തോട് ദൈവം ക്ഷമിക്കുമ്പോൾ അത് പിശാചിനോ മറ്റോ ഇതര ശക്തികൾക്കോ അതിനെ അന്വേഷിച്ചാൽ കണ്ടെത്തുവാൻ കഴിയില്ല എന്നതാണ് ദൈവം ഇസ്രായേലിനോട് പറയുന്നത്. കുറ്റബോധത്തിൽ നിന്ന് ചില ആളുകൾ മിഥ്യാബോധത്തിൽ യാത്ര ചെയ്യുന്നവരുണ്ട്. എൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നുവെന്നും ഞാൻ മറ്റുള്ളവരെക്കാൾ നല്ല വ്യക്തിത്വമാണ് എന്നും തങ്ങളിൽ തന്നെ ആശ്വസിക്കുന്ന ആളുകൾ. ആ മിഥ്യാബോധവും കുറ്റബോധവും ദൈവം പറയുന്നു, ഞാൻ നിങ്ങളോട് ക്ഷമിച്ചാൽ നിങ്ങൾ ക്ഷമിക്കപ്പെടും. ഞാൻ നിങ്ങളോട് ക്ഷമിക്കുന്നതിനാൽ മറ്റാരും നിങ്ങളെ ജീവിതത്തിൻ്റെ ബലഹീനതകളെ നോക്കിക്കാണുവാൻ അന്വേഷിച്ച് വന്നാൽ അവർ കാണുകയില്ല. എന്തുകൊണ്ടെന്നാൽ അത്യുന്നതനായ ദൈവം നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു.
ഈ പുതിയ ദിവസം ഇന്നലകളിലെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ കുറ്റപ്പെടുത്തി ഇന്ന് നിരാശയോടെ കഴിയുവാനല്ല, കുഞ്ഞാടിൻ്റെ രക്തത്താൽ നമ്മളെ ശുദ്ധീകരിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ മഹാകരുണയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാം. യു ആർ ഫ്രീ ഇൻ ക്രൈസ്റ്റ്. യു ആർ റിഡീംഡ് ആൻഡ് സാൻറ്റിഫൈഡ് ഇൻ ക്രൈസ്റ്റ്. ഗോഡ് ബ്ലസ് യു. കർത്താവെ, ഇന്നത്തെ ദിവസം ജനത്തെ അനുഗ്രഹിക്കുന്നു. എല്ലാ നന്മകളും നൽകണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.